5 വട്ടം IPL കിരീടം ചൂടിയ ചെന്നൈ സൂപ്പർ കിങ്സിന് ഇത് കണ്ണീരിൻ്റെ സീസണാണ്. പ്ലേ ഓഫ് കാണാതെ ടീം പുറത്തായതിന് പിന്നാലെ ആരാധകർക്കിടയിൽ വലിയ ചർച്ചകളാണ് നടക്കുന്നത്. നായകൻ ഋതുരാജ് ഗെയ്ക്വാദിന് നേരെ വിമർശന ശരങ്ങൾ ഉയരുമ്പോൾ ഒടുവിൽ ടീമിൻ്റെ തകർച്ചയ്ക്ക് പിന്നിലെ യഥാർത്ഥ കാരണം വെളിപ്പെടുത്തി ഋതുരാജ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. എന്താണ് ചെന്നൈക്ക് സംഭവിച്ചത്? ഋതുരാജ് പറഞ്ഞത് 100% ശരിയാണോ? നമുക്ക് നോക്കാം. ഗുജറാത്തിനെതിരായ മത്സരത്തിന് ശേഷമാണ് ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് മനസ്സ് തുറന്നത്. വളരെ പ്രയാസമേറിയ ഒരു സീസണായിരുന്നു ഇതെന്നാണ് ഋതുരാജ് പറയുന്നത്. തുടക്കത്തിൽ 3 മത്സരങ്ങൾ തോറ്റെങ്കിലും പിന്നീട് ടീം ആ താളം വീണ്ടെടുത്തിരുന്നു. എന്നാൽ കളി മാറ്റിമറിച്ചത് മറ്റൊന്നുമല്ല, വില്ലനായെത്തിയ പരിക്കുകളാണ്. രാമകൃഷ്ണ ഘോഷ്, ജാബി ഓർട്ടൺ എന്നിവരുടെ അഭാവം ടീമിന് നികത്താനാവാത്തതായിരുന്നു എന്ന് ഋതുരാജ് സമ്മതിക്കുന്നു. അവസാന 3 നിർണായക മത്സരങ്ങളിൽ ഒരു പ്രധാന ബാറ്റ്സ്മാൻ്റെയും ബൗളറുടെയും കുറവ് ടീമിനെ വല്ലാതെ അലട്ടി. ഞങ്ങളിപ്പോൾ ഒരു പരിവർത്തന ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന യുവ ടീമാണ്. അനുഭവ സമ്പത്തില്ലാത്ത നിരവധി താരങ്ങളുണ്ട്. ടീമിലെ 8-10 കളിക്കാർക്ക് 20 മത്സരങ്ങളുടെ പരിചയസമ്പത്ത് പോലുമില്ല. എങ്കിലും ഈ പ്രതിസന്ധികൾക്കിടയിലും 6 എവേ മത്സരങ്ങൾ ജയിക്കാനെന്നതിൽ ഒരു ടീമെന്ന നിലയിൽ അഭിമാനമുണ്ട്. ഋതുരാജ് പറഞ്ഞത് വെറുമൊരു ന്യായീകരണമല്ല, 100% വാസ്തവമാണ്. ഒരു തലമുറ മാറ്റത്തിനൊരുങ്ങിയാണ് CSK ഇത്തവണ ഇറങ്ങിയത്. 14.2 കോടി രൂപ മുടക്കി ടീമിലെത്തിച്ച കാർത്തിക് ശർമ്മ, പ്രശാന്ത് വിർ തുടങ്ങിയ യുവതാരങ്ങൾക്ക് വളർന്നു വരാൻ ഇനിയും സമയമെടുക്കും. അതിനേക്കാളൊക്കെ ടീമിനെ തകർത്തത് തുടർച്ചയായ പരിക്കുകളാണ്. പ്രധാനപ്പെട്ട താരങ്ങൾ ഉൾപ്പെടെ 8ഓളം കളിക്കാർക്കാണ് ഈ സീസണിൽ പരിക്കേറ്റ് പുറത്തു പോകേണ്ടി വന്നത്. ആയുഷ് മാത്രേ, ഖലീൽ അഹമ്മദ് എന്നിവരുടെ പരിക്ക് ടീമിൻ്റെ ബാലൻസ് പാടെ തെറ്റിച്ചു. ഇതിനെല്ലാം പുറമെ ആരാധകരെ ഏറെ സങ്കടപ്പെടുത്തിയത് പരിക്കിനെ തുടർന്ന് MS ധോണിക്ക് ഈ സീസണിൽ ഒരു മത്സരം പോലും കളിക്കാൻ സാധിച്ചില്ല എന്നതാണ്. ധോണിയുടെ അനുഭവ സമ്പത്ത് ഗ്രൗണ്ടിലില്ലാത്തത് CSKക്ക് വലിയ തിരിച്ചടിയായി. ഈ കനത്ത നിരാശകൾക്കിടയിലും ചെന്നൈ ആരാധകർക്ക് ആശ്വസിക്കാൻ ഒരേയൊരു പേരേ ഉണ്ടായിരുന്നുള്ളൂ. അത് മലയാളി താരം സഞ്ജു സാംസണാണ്. സീസണിൽ സഞ്ജുവിൻ്റെ വരവ് മാറ്റി നിർത്തിയാൽ ചെന്നൈക്ക് മറ്റൊന്നും അവകാശപ്പെടാനില്ല. 2 തകർപ്പൻ സെഞ്ചുറി ഉൾപ്പെടെ സഞ്ജു CSKക്കായി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പക്ഷേ ഒരു വ്യക്തിഗത പ്രകടനം കൊണ്ട് മാത്രം IPL ജയിക്കാനാകില്ലല്ലോ. 5 തവണ ചാമ്പ്യന്മാരായ CSKയുടെ അവസാന 3 സീസണുകളിൽ നിരാശപ്പെടുന്ന പ്രകടനം ഇപ്പോൾ ടീമിന്റെ ബ്രാൻഡ് മൂല്യത്തെ പോലും പ്രതികൂലമായി ബാധിച്ചു തുടങ്ങി. നിലവിൽ ഋതുരാജ് ഗെയ്ക്വാദിന് ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിലും ക്യാപ്റ്റൻ എന്ന നിലയിലും മുന്നോട്ടുള്ള പോക്ക് അത്ര എളുപ്പമാകില്ല. ആരാധകരിൽ നിന്ന് വലിയ വിമർശനങ്ങളാണ് ഋതുരാജ് നേരിടുന്നത്. 2023 ശേഷം കിരീടമില്ലാത്ത 3 സീസണുകളാണ് CSK പൂർത്തിയാക്കിയത്. അവസാന സീസണിലെ അവസാന സ്ഥാനക്കാരായ CSKക്ക് ഇത്തവണ പ്ലേ ഓഫ് സീറ്റിലേക്ക് എത്താൻ സാധിക്കാതെ പോയതോടെ ടീമിൽ പൊളിച്ചെഴുത്തുണ്ടാകുമെന്ന് ഉറപ്പാണ്. CSKയുടെ പരിശീലക സ്ഥാനത്ത് നിന്ന് സ്റ്റീഫൻ ഫ്ലെമിങ്ങിനെ നീക്കണമെന്ന ആവശ്യവും ആരാധകർ ഉയർത്തുന്നുണ്ട്. MS ധോണി ഉള്ളപ്പോൾ 5 തവണ CSK കപ്പ് നേടിയതിനാൽ ഫ്ലെമിംഗ് പലപ്പോഴും വിമർശനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ടീം തുടർച്ചയായി തകർന്നതിനാൽ ഫ്ലെമിങ്ങിനെ മാറ്റുന്നതിനെക്കുറിച്ച് CSK ആലോചിച്ചേക്കും. ഫ്ലെമിങ്ങിനെ പരിശീലന സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ CSK ആരെ പരിശീലനമാക്കുമെന്ന ചോദ്യവും ബാക്കിയാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ CSKയുടെ ഈ തകർച്ചയ്ക്ക് കാരണം ഋതുരാജിൻ്റെ ക്യാപ്റ്റൻസിയാണോ അതോ നിർഭാഗ്യകരമായ പരിക്കുകളാണോ? അടുത്ത സീസണിൽ CSKയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരേണ്ടത്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം.